നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇപ്പോൾ വേൾഡ് കപ്പ് നേടി സ്പെയിന് കോച്ച് ലൂയിസ് ദി ലാഫ്യൂവിൻ്റെ വിസ്മയം സൃഷ്ടിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന സാലറി ടോപ്പ് കോച്ചാണ്, ടോപ്പ് സാലറി ആവുമെന്ന് വിചാരിക്കേണ്ട. അദ്ദേഹം ദേശീയ ടീമിൽ സാലറി വാങ്ങുന്നവരിൽ 15ാം സ്ഥാനത്താണ്. അദ്ദേഹത്തേക്കാൾ കൂടുതൽ സാലറി വാങ്ങുന്ന 14 ദേശീയ ടീം കോച്ചുമാർ വേറെയുണ്ട്. ഒന്നാമത് ആരാന്നറിയോ? സാലറിയിൽ ഒന്നാമത്, ദേശീയ ടീമിൻ്റെ കോച്ചുമാരിൽ സാലറിയിൽ ഒന്നാമത് അത് ബ്രസീലിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടിയാണ്. 10 മില്യൺ യൂറോയാണ് ഒരു വർഷം അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഏതായാലും അതിൻ്റെ ഫലം അടുത്ത കോപ്പ അമേരിക്ക കണ്ടോളണം എന്നിപ്പോൾ CBF പറഞ്ഞതായിട്ട് റിപ്പോർട്ടുണ്ട്. അതായത് കോപ്പ അമേരിക്കയിലും അതിനുശേഷമുള്ള വേൾഡ് കപ്പിലൊക്കെ കിരീടത്തിൽ കുറഞ്ഞതൊന്നും CBF ലക്ഷ്യം വെക്കുന്നില്ല, വാരിക്കോരി കൊടുക്കുന്നുണ്ട്. 10 മില്യൺ യൂറോ പെർ ഇയർ. രണ്ടാമത് ആരാന്നറിയോ? ജർമ്മനിയുടെ കോച്ചായിരുന്ന യൂലിയൻ നെഗൽസ്മനാണ്. 7 മില്യൺ യൂറോസാണ് ഈ വേൾഡ് കപ്പിനെത്തുമ്പോൾ അദ്ദേഹത്തിന് പെർ ഇയർ കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഏതായാലും സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. മൂന്നാമത് വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കോച്ചായിട്ടുള്ള മൗറീസിയോ പൊച്ചറ്റിനോയാണ്. അദ്ദേഹത്തിന് പെർ ഇയർ കൊടുത്തുകൊണ്ടിരുന്നത് 6 മില്യൺ യൂറോ. മോശമല്ലാത്ത പ്രകടനം അവർ ഈ വേൾഡ് കപ്പിൽ നടത്തിയിട്ടുണ്ട്. നാലാമത് ആരാന്നറിയോ? ഇംഗ്ലണ്ടിൻ്റെ കോച്ച് തോമസ് ടുക്കലാണ്. 5.8 മില്യൺ യൂറോയാണ് പെർ ഇയർ അദ്ദേഹത്തിന് സാലറി ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഇനി അവിടെ തുടരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. അഞ്ചാമത് റോബർട്ടോ മാർട്ടീനസ്. വേൾഡ് കപ്പിന് എത്തിയ കോച്ചുമാരുടെ കണക്കാണ് നമ്മൾ പറയുന്നത്. അഞ്ചാമത് റോബർട്ടോ മാർട്ടീനസ് 4 മില്യൺ യൂറോ പെർ ഇയറാണ് പോർച്ചുഗൽ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഏതായാലും ഇപ്പോൾ അവിടുന്ന് പുറത്തായി, പകരം ജോർഗെ ജീസസ് വന്നിട്ടുണ്ട്. ആറാമത് ഫാബിയോ കന്നവരോ. ഉസ്ബെക്കിസ്ഥാൻ്റെ കോച്ചായിട്ട് വേൾഡ് കപ്പിന് ടീമിനെ കൊണ്ടുവന്ന കന്നവരോക്ക് ഉസ്ബെക്കിസ്ഥാൻ കൊടുക്കുന്നതും ഈ പറഞ്ഞ പോലെ 4 മില്യൺ യൂറോയാണ് പെർ ഇയർ. ഏഴാമത് ദിദിയർ ദെഷാം. അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. 2012 മുതൽ ഫ്രാൻസിൻ്റെ കോച്ചാണ്. നിരവധി നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം 3.8 മില്യൺ യൂറോയാണ് പെർ ഇയർ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, പകരം സീദാൻ വരും. എട്ടാമത് റൊണാൾഡ് കൂമാൻ. നെതർലൻഡ്സിൻ്റെ കോച്ചായിട്ട് ഇതിഹാസ താരം അവിടെ കോച്ചായിട്ടിരുന്നപ്പോൾ 3 മില്യൺ യൂറോയാണ് പെർ ഇയർ വാങ്ങിയത്. സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട്, പകരം സ്ലോട്ട് വരുമെന്നാണ് കേൾക്കുന്നത്. അടുത്ത 9ാമത് മാർസലോ ബിയൽസ. ഉറുഗ്വായുടെ കോച്ചായിട്ടിരുന്നപ്പോൾ അർജൻറ്റീനക്കാരൻ വാങ്ങിയത് 3 മില്യൺ യൂറോ പെർ ഇയറാണ്. അദ്ദേഹത്തെ സാക്ക് ചെയ്തു, പകരം ഡിയേഗോ ഫോർലാൻ കോച്ചായി. 10ാമത് ഹാവിയർ അഗ്വയറാണ്, മെക്സിക്കോയുടെ കോച്ച്. മിന്നും പ്രകടനമാണ് മെക്സിക്കോ വേൾഡ് കപ്പിൽ നടത്തിയത്. 2.5 മില്യൺ യൂറോയാണ് പെർ ഇയർ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ടിരുന്നത്. 11ാമത് ജെസ്സി മാർഷാണ്, കാനഡയുടെ കോച്ച്. 2.5 മില്യൺ യൂറോ പെർ ഇയർ കൊടുക്കുന്നു. 12ാമത് ഗുസ്താവോ അൽഫേറോയാണ്, പരാഗ്വയുടെ കോച്ചായ അർജൻറ്റീനക്കാരൻ. 2.5 മില്യൺ യൂറോയാണ് പെർ ഇയർ വാങ്ങിയത്. 13ാമത് ഹുലൻ ലോപ്പത്തേഗി. മുൻ സ്പാനിഷ് കോച്ചൊക്കെയാണല്ലോ ലോപ്പത്തേഗി. ഖത്തറിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിറക്കി. അദ്ദേഹത്തിൻ്റെ സാലറി 2.4 മില്യൺ യൂറോ പെർ ഇയറാണ്. 14ാമതാണ് ലയണൽ സ്കലോനി. 2.3 മില്യൺ യൂറോയാണ് പെർ ഇയർ അദ്ദേഹം വാങ്ങുന്നത്. കഴിഞ്ഞ തവണ വേൾഡ് കപ്പിൽ കിരീടം ചൂടിച്ചു. ഇത്തവണ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് ടീമിനെ കൊണ്ടുപോയി. കോച്ച് 14ാമതാണ് വരുന്നതെങ്കിൽ 15ാമതാണ് നിലവിലെ ലോക ചാമ്പ്യനായ കോച്ച് ലൂയിസ് ദി ലാഫ്യൂവിൻ്റെ 2 മില്യൺ യൂറോയാണ് പെർ ഇയർ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അപ്പോൾ അതാ കണക്ക്. 15ാമതാണ് അദ്ദേഹം. സോ സാലറിയിലല്ല കാര്യം എന്നുള്ളത് മനസ്സിലായില്ലേ? വർക്കിലാണ് കാര്യം. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.